Hi all, welcome to our channel BK808. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്വാളിഫയർ 2 മാച്ചാണ്. സോ സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് ആണ്. MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈയിലാണ് മാച്ച് നടക്കുന്നത്. 7:30 മാച്ച്. സോ ഇന്നത്തെ മാച്ച് എന്ന് പറയുമ്പോൾ എലിമിനേറ്റർ മാച്ചിൽ ബാംഗ്ലൂരിനെ തോൽപ്പിച്ചുകൊണ്ട് രാജസ്ഥാൻ ക്വാളിഫയർ 2ലേക്ക് സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഇന്നും അതുപോലെ തന്നെയാണ്, ഒരു ഡോഡോയ് മാച്ചാണ്. ആര് ജയിക്കുന്നു അവർ ഫൈനലിലേക്ക് പോകും. ഫൈനലിൽ KKR-ഉമായിട്ടായിരിക്കും അവർ മത്സരിക്കുക. സോ വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. സോ ഇന്നത്തെ വെന്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MA ചിദംബരം സ്റ്റേഡിയമാണ് ചെന്നൈയിലെ സ്റ്റേഡിയം കമ്പാരിറ്റീവ്ലി ഒരു സ്പിൻ ഫ്രണ്ട്ലി പിച്ചാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സ്ലോ ബോളേഴ്സിന് കൂടുതൽ ഹെൽപ്പ് കിട്ടുന്നൊരു പിച്ച് കൂടിയാണ്. എന്നാൽ ചില സമയങ്ങളിൽ ബാറ്റ്സ്മാൻമാർ അവരുടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാറുണ്ട്. സോ ബാറ്റ്സ്മാൻ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടെ സെലക്ട് ചെയ്യേണ്ടി വരും. ഒരു സ്ലോ ബോളേഴ്സിനെ ഡെത്ത് ബോൾ ചെയ്യുന്നതും അതുപോലെ സ്ലോ ബോളേഴ്സിനെയും സെലക്ട് ചെയ്യുക. ഒരു 10% നമ്മൾ സ്പിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു ബൗണ്ടറി ലൈൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ബൗണ്ടറി ലൈൻസ് വരുന്നത്. സ്ട്രൈറ്റ് 79 മീറ്റേഴ്സും 75 മീറ്റേഴ്സ്, ഈ ഒരു ആവറേജ് ഈ ഒരു റേഞ്ച് തന്നെയായിരിക്കും വരിക. ചെറിയ പിച്ചസ് ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് പിച്ചിൻ്റെ നമുക്ക് ഫൈനൽ റിപ്പോർട്ട് നമുക്ക് 6:40 ആയിരിക്കും നമ്മുടെ ജിയോ ചാനലിലൊക്കെ കിട്ടുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് പിച്ചിൻ്റെ റിപ്പോർട്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് ചേഞ്ച് വരുത്തുക നമ്മുടെ ടീമിൽ. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 55% നമ്മൾ ബാറ്റ്സ്മാനെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ പേസേഴ്സിന് 35%, അതായത് ഫാസ്റ്റ് ബോളേഴ്സ് 35% ആൻഡ് സ്പിന്നേഴ്സ് 10%. ഇതായിരിക്കണം നമ്മുടെ ഒരു ടീം സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കഴിയുന്നതും ബാലൻസ്ഡ് ടീം ഇടാൻ നോക്കുക. രണ്ട് ടീമും വളരെ ശക്തമായ ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം ഇടുക. ടോസ് ആർക്ക് കിട്ടുന്നു, ഫസ്റ്റ് ആര് ബാറ്റ് ചെയ്യുന്നു എന്നൊക്കെ ആസ്പദമാക്കിയായിരിക്കണം ടീം നിങ്ങൾ ഇടേണ്ടത്. സോ നമ്മുടെ വെന്യൂ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ടോട്ടൽ 137 മാച്ചസാണ് നടന്നിട്ടുള്ളത്. അതിൽ 71 മാച്ചസാണ് ബാറ്റ് ഫസ്റ്റ് ചെയ്തവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ബാറ്റ് ചെയ്തവർ 64 മാച്ചസ് ജയിച്ചിട്ടുണ്ട്. സോ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഒരു സ്കോർ എന്ന് പറയുന്നത് 150 ബിലോ 52 ടൈംസ് എടുത്തിട്ടുണ്ട്. 150 to 169 41 ടൈംസ്, 170 to 189 22 ടൈംസ്, 190 ആൻഡ് എബവ് 22 ടൈംസ് ആണ്. ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ഒരു 158-160 ആണ് ആവറേജ് സ്കോർ വരുന്നത്. ഇവിടുത്തെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് 246-5 ആണ്. എന്നാൽ ലോവസ്റ്റ് എന്ന് പറയുമ്പോൾ 74-10 ആണ്. 74-10 എടുത്തുള്ള RCB ആണ്. 246 എടുത്തുള്ളത് CSK ആണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ചില സമയങ്ങളിൽ ബാറ്റ്സ്മാനെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു 3-4 പിച്ചസ് ഉണ്ടാവും ഒരു ഗ്രൗണ്ടിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില പിച്ച് എന്ന് പറയുന്നത് ബാറ്റ്സ്മാനെ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നൊരു പിച്ച് തന്നെയാണ്. എന്നാൽ ഒരു സ്ലോ ബോളേഴ്സിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പിച്ചാണ് ചെന്നൈയിൽ കമ്പാരിറ്റീവ്ലി ഉള്ളത്. ബൗണ്ടറീസ് ഒന്നും വലിയ ബൗണ്ടറീസ് ഒന്നുമല്ല, നോർമൽ ബൗണ്ടറീസ് തന്നെയാണ്. നമ്മുടെ റീസെൻറ്റ് മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് മാച്ച് നടന്നിട്ടുള്ളത് രാജസ്ഥാനും ചെന്നൈ സൂപ്പർ കിങ്സും കൂടെ ആയിരുന്നു. അതിൽ രാജസ്ഥാന് 141-4-5 ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ നേടി. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് 145-4-5 നേടി വിജയിക്കുകയുണ്ടായി. ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 വിക്കറ്റ് പേസേഴ്സിന് കിട്ടിയപ്പോൾ സ്പിന്നേഴ്സിന് ഒരു വിക്കറ്റും ലഭിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു ഫാസ്റ്റ് ബോളേഴ്സിന് 1 വിക്കറ്റ് കിട്ടിയപ്പോൾ സ്പിന്നേഴ്സിന് 3 വിക്കറ്റാണ് ലഭിക്കുകയുണ്ടായത്. അതിന് തൊട്ട് മുമ്പത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ചെന്നൈയും പഞ്ചാബും തമ്മിലായിരുന്നു. അതിലും പഞ്ചാബാണ് ജയിച്ചത്. 7 വിക്കറ്റ്സിന് പഞ്ചാബ് ജയിക്കുകയുണ്ടായി. ഫസ്റ്റ് ഇന്നിങ്സിൽ പേസേഴ്സിന് 2 വിക്കറ്റ് കിട്ടിയപ്പോൾ സ്പിന്നേഴ്സിന് 4 വിക്കറ്റ് കിട്ടി. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ പേസേഴ്സിന് 3 വിക്കറ്റാണ് ലഭിച്ചത്. ചെന്നൈയും ഹൈദരാബാദും തമ്മിലൊരു മാച്ച് നോക്കുകയാണെങ്കിൽ വളരെ ക്രൂഷ്യൽ മാച്ച് തന്നെയായിരുന്നു. അതിൽ ഹൈദരാബാദ് മൊത്തത്തിൽ തകർന്നു പോകുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടത്. അതായത് ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ചെന്നൈ 212 റൺസ് ഫോർ 3 വിക്കറ്റ് എടുത്തപ്പോൾ സൺറൈസേഴ്സ് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സൺറൈസേഴ്സ് 144 ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിൽ ഹൈദരാബാദിന് കിട്ടിയത് 3 വിക്കറ്റാണെങ്കിൽ പേസേഴ്സിന് മാത്രമാണ് ആ വിക്കറ്റ് ലഭിച്ചത്. എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സിന് 9 വിക്കറ്റ് ലഭിക്കുകയും സ്പിന്നേഴ്സിന് 1 വിക്കറ്റ് ലഭിക്കുകയാണ് ചെയ്തത്. അതിന് മുമ്പ് നടന്ന മാച്ചാണെങ്കിൽ ചെന്നൈയും ലക്നോ തമ്മിലായിരുന്നു. അത് ലക്നോ 6 വിക്കറ്റിന് ജയിച്ചിട്ടുണ്ടായി. ഫസ്റ്റ് ഇന്നിങ്സിൽ 3 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സിന് കിട്ടിയപ്പോൾ സ്പിന്നേഴ്സിനൊന്നും കിട്ടിയില്ല. എന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഫാസ്റ്റ് ബോളേഴ്സിന് 4 വിക്കറ്റ് കിട്ടുകയും സ്പിന്നേഴ്സിന് 1 വിക്കറ്റ് കിട്ടാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4 മാച്ചിൻ്റെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ പേസേഴ്സിന് 30 വിക്കറ്റ് കിട്ടിയപ്പോൾ സ്പിന്നേഴ്സിന് 8 വിക്കറ്റാണ് ലഭിച്ചത്. സോ
കമ്പാരിറ്റീവ്ലി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബൗളേഴ്സിന് തന്നെ, ഫാസ്റ്റ് ബൗളേഴ്സിന് തന്നെ ആയിരിക്കും പ്രിഫറൻസ് കൂടുതലുള്ളത്. സ്പിന്നേഴ്സിനെ നമ്മൾ ഒരു 1-2 മാച്ചിൽ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുക എന്നുള്ളതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത് നമ്മൾ ഹെഡ് ടു ഹെഡ് മാച്ചസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 19 മാച്ചസ് ആണ് കളിച്ചിട്ടുള്ളത്. അതിൽ സൺറൈസേഴ്സ് 10 മാച്ചസ് ജയിക്കുകയും രാജസ്ഥാൻ 9 മാച്ചസ് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മാച്ച് സൺറൈസ് ഹൈദരാബാദ് പരാജയപ്പെട്ടു, KKR ആയിരുന്നു. എന്നാൽ രാജസ്ഥാൻ കഴിഞ്ഞ മാച്ചുകളെല്ലാം പരാജയപ്പെടുകയും എന്നാൽ ക്വാളിഫയർ എലിമിനേറ്റർ മാച്ചിൽ RCB ആയിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ രാജസ്ഥാൻ്റെ ടീമിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് കുറച്ച് മോശമാണെന്നാണ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. അപ്പോൾ അതും കൂടെ ഒരു പരിഗണിക്കേണ്ട ഒരു ഇതായിട്ട് സിറ്റുവേഷനായിട്ട് വരുന്നുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ പ്ലേയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ത്രിപതി, നിതീഷ് റെഡ്ഡി, ഹെൻറിച്ച് ക്ലാസൻ, അബ്ദുൽ സമദ്, S. അഹമ്മദ്, വിജയസ്കാന്ത്, പാറ്റ് കുമിൻസ്, ഭുവനേശ്വർ കുമാർ, നടരാജൻ, ജെ ഉണാക്കട്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരിക്കും ഇറങ്ങാൻ സാധ്യത. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ബാറ്റിംഗ് വരികയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും മിക്കതും സെക്കൻഡ് ബാറ്റിങ്ങിൽ ഫ്ലോപ്പായാണ് കാണുന്നത്. എന്നാൽ ലക്നോയോട് കൂടെയുള്ള ഒരു മാച്ച് മാത്രമാണ് അവർ രണ്ടുപേരും കൂടെ നിന്ന് ബാറ്റ് ചെയ്ത് അവർ ടീമിന് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ ജയിപ്പിക്കുകയുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഫസ്റ്റ് ബാറ്റിങ്ങിലാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ആവറേജ് പെർഫോമൻസ് നേടുമെന്നുള്ളത് നമുക്കിവിടെ പറയാൻ സാധിക്കും. ഇവിടെ അവരുടെ പെർഫോമൻസ് വളരെ നല്ലതൊന്നുമല്ല. പിന്നെ ത്രിപതിയുടെ കാര്യം, ത്രിപതി ഒരു അത്യാവശ്യം ഒരു കൺസിസ്റ്റൻറ്റ് പ്ലെയറാണ്. ഒരു 20-25-30 റൺസ് പോയിന്റ് നമുക്ക് ലഭിക്കും എന്നുള്ളത് ആണ് ശരി. റെഡ്ഡി ഒരു ഓൾറൗണ്ടർ പ്ലെയർ ആയതുകൊണ്ട് തന്നെ റെഡ്ഡി ഒരു ഗുഡ് ഓപ്ഷൻ തന്നെ ആയിരിക്കും. ക്ലാസൻ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ക്യാപ്റ്റനായിട്ടോ വൈസ് ക്യാപ്റ്റനായിട്ടോ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും ക്ലാസൻ. അതുപോലെ അബ്ദുൽ സമദ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗണിലാണ് ഇറങ്ങുന്നത്. ഒരു 80-90 റൺസൊക്കെ മാക്സിമം ഒരു ആവറേജ് റൺസൊക്കെ എടുക്കാന്നുള്ളത് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ. S. അഹമ്മദിനും ഇവിടെ സ്പിന്നേഴ്സിന് കിട്ടുമെങ്കിൽ സ്പിന്നേഴ്സിന് വിക്കറ്റ് കിട്ടുന്നത് കുറവാകുന്നത് കാണുന്നതുകൊണ്ട് നമ്മൾ S. അഹമ്മദിനെ ബെറ്റർ ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും. വിജയസ്കാന്ത് അതുപോലെ തന്നെയാണ്, വിക്കറ്റ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്നൊന്നുമില്ല. പാറ്റ് കുമിൻസ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും, പക്ഷേ ബാറ്റിങ്ങിൽ എത്രത്തോളം കിട്ടും എന്നുള്ളത് ഉറപ്പില്ല. കാരണം ക്ലാസനും കഴിഞ്ഞ് അബ്ദുൾ സമദും കഴിഞ്ഞ് S. അഹമ്മദും കഴിഞ്ഞിട്ടായിരിക്കും പാറ്റ് കുമിൻസ് ഇറങ്ങുക. സോ 8th പൊസിഷനൊക്കെയാണ്. അപ്പോൾ അത്രയും കഴിഞ്ഞ് ബാറ്റിംഗ് കിട്ടുകയാണെങ്കിലാണ് പാറ്റ് കുമിൻസിനൊരു ചാൻസ് ഉണ്ടാവുക. അത്രയും ഫസ്റ്റ് എല്ലാം ഫ്ലോപ്പ് ആകും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് കിട്ടും. പിന്നെ ഭുവനേശ്വർ കുമാർ അതുപോലെ തന്നെയാണ്, ഇവിടെ വലിയ പെർഫോമൻസ് വളരെ കുറവാണ്. മറിച്ച് നടരാജൻ ഇവിടെ അത്യാവശ്യം വിക്കറ്റ് കിട്ടുന്നുണ്ട്. ഉണാക്കട്ടും കുഴപ്പമില്ല, 1-2 വിക്കറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലാസൻ ഒരു നമുക്ക് ട്രംപ് കാർഡായിരിക്കും. അതുപോലെ തന്നെ പാറ്റ് കുമിൻസിനെ നമുക്ക് വയ്ക്കാൻ പറ്റും, നിതീഷ് റെഡ്ഡിയെ വയ്ക്കാൻ പറ്റും, നടരാജനെ വയ്ക്കാൻ പറ്റും. 4 പ്ലേയേഴ്സാണ് എൻ്റെ ഒരു ഓപ്ഷനിലുള്ളത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേയിങ് 11 രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലേയിങ് 11 എടുക്കുമ്പോൾ കാറ്റ്മോറും ജയ്സ്വലും കൂടെയാണ് ഓപ്പണിംഗ് ചെയ്യുന്നത്. 1 ഡൗൺ ആയിട്ട് സഞ്ജു സാംസൺ, ദെൻ പരാഗ്, ജുറൽ, ഹെറ്റ്മെയർ. അത് കഴിയുമ്പോൾ പവൽ ഇറങ്ങും. അത് കഴിഞ്ഞ് അശ്വിൻ, ചാഹൽ, സന്ദീപ് ശർമ്മ, ആവേശ് ഖാൻ ബോൾട്ട്. ഇതിൽ ചാഹലായിരിക്കും മിക്കവാറും നമ്മുടെ പവലിന് പകരം ഹെറ്റ്മെയറിന് പകരം ഇതായി വരുന്നത്, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ആ ഒരു ഓർഡറിൽ നോക്കുകയാണെങ്കിൽ കാറ്റ്മോറും ജയ്സ്വലും ഒരു 4 to 5 ഓവേഴ്സ് നിൽക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം ഒരു 50ക്ക് അബോവ് ഒരു സ്കോർ നേടാൻ അവർക്ക് സാധിക്കും. രണ്ടുപേരും ഒരു ആവറേജ് സ്കോർ എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ കാറ്റ്മോർ ഇതുവരെ നല്ല ബാറ്റിംഗ് ഒന്നും ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. ഒരു 18 റൺസ് 20 റൺസ് ആ ഒരു റേഞ്ചാണ് കാറ്റ്മോർ പോകുന്നത്. പിന്നെ സഞ്ജു സാംസങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 കളികളിൽ ഫ്ലോപ്പായിരുന്നു എന്ന് തന്നെ പറയാമെങ്കിലും സഞ്ജു സാംസൺ ഈ ഒരു കളിയിൽ ബാറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് പറയുകയുണ്ടായി. പരാഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരാഗ് ഒരു ആവറേജ് പെർഫോമൻസ് നമുക്കിവിടെ കാഴ്ചവെക്കുന്നതായി കാണാൻ സാധിക്കും. കാരണം പരാഗ് ഇപ്പോൾ അവരുടെ കഴിഞ്ഞ മാച്ചുകളിലെ പോലെ കഴിഞ്ഞ ഇയറിലെ മാച്ചിനെ പോലെയല്ല, ഇത്തവണ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പരാഗിൻ്റെ ബാറ്റിങ്ങിലും എല്ലാം. ഡി ജുറൽ ഇതുവരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഡി ജുറലിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഹെറ്റ്മെയർ ഒരു പവർ ഹിറ്റിംഗ് പ്ലെയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു 20-25 ഒരു 30 റൺ ആ ഒരു റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞിറങ്ങുന്ന പവലാണെങ്കിലും ടോപ്പ് ഓർഡേഴ്സ് ഫ്ലോപ്പ് ആവുകയാണെങ്കിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് ഓർഡേഴ്സ് ഫ്ലോപ്പായിട്ട് ടീം ഇടുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പവലിനെയും ഹെറ്റ്മെയറിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കളിക്കാൻ സാധിക്കും. അശ്വിൻ ഇവിടെ ഒരു നല്ലൊരു പെർഫോമർ ആയിരിക്കും. ബിക്കോസ് അശ്വിനൂടെ വിക്കറ്റ് കിട്ടാറുണ്ട്. അശ്വിൻ്റെ ഒരു ഹോം ഗ്രൗണ്ടും കൂടിയാണ്. അതുകൊണ്ട് അശ്വിനെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും.
ചാഹലിനെ സംബന്ധിച്ചിടത്തോളം ചാഹലിന് വിക്കറ്റുകൾ വളരെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഒരു വിക്കറ്റോ ആ ഒരു റേഞ്ചിൽ കിട്ടിയാലായി എന്നുള്ളതേ ഉള്ളൂ. സന്ദീപ് ശർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സന്ദീപ് ശർമ്മയ്ക്ക് ഇവിടെ വിക്കറ്റ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ആവേശ് ഖാൻ ഇവിടെ വിക്കറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ കളിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ RCB ആയിട്ടുള്ള മാച്ചിൽ ഫസ്റ്റിൽ ആവേശ് ഖാൻ ഒരുപാട് റൺസ് കൊടുത്തു എങ്കിലും അവസാന ഓവറുകളിൽ വിക്കറ്റുകൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ട്രെൻറ്റ് ബോൾട്ടിന് പവർ പ്ലേയിൽ ഒരു വിക്കറ്റോ അല്ലെങ്കിൽ ഫൈനൽ ഓവർ എറിയുന്ന ടൈമിന് ഒരു വിക്കറ്റോ ആ ഒരു റേഞ്ച് ബോളിനെ കുറിച്ച് നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതാണ് SRHൻ്റെ കഴിഞ്ഞ കളിക്ക് ഇവിടെ CSK ചെന്നൈയിൽ നടന്ന മാച്ചിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടി ഹെഡ് 7 ബോളിൽ 13 റൺസ് എടുത്തു. എല്ലാവരും ആവറേജാണ്. അതിൽ മക്രമാണ് 32 റൺസ് എടുത്തത്, റെഡ്ഡി 15, ക്ലാസൻ 20, എ സമദ് വന്നിട്ട് 19. അപ്പോൾ ഈ ഒരു ഇതിലാണ് അവർ ടോട്ടലായിട്ട് ഇതേ സ്കോറിൽ പോകുന്നതല്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇവിടെ വിക്കറ്റ് എടുത്തതും വളരെ കുറവ് തന്നെയായിരുന്നു. ഭുവനേശ്വർ കുമാറിന് ഒരു വിക്കറ്റും ഉണ്ണാക്കട്ടിന് ഒരു വിക്കറ്റും നടരാജന് ഒരു വിക്കറ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ RRൻ്റെ പ്ലേയിങ് ലെവൻ നോക്കുകയാണെങ്കിൽ പ്ലേയിങ് ലെവൻ അല്ല, ഇവിടെ നടന്ന മാച്ചിൻ്റെ ഒരു റിവ്യൂ നോക്കുകയാണെങ്കിൽ ജയ്സ്വൽ 24 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട്ലർ 21, സഞ്ജു 15, പരാഗ് 47 എടുത്ത് നോട്ട് ഔട്ടായിരുന്നു, ജുറൽ 28, ദുബെ 0, അശ്വിൻ 1. ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് ബാറ്റിംഗ് ആയിരുന്നു. എന്നാൽ സൺറൈസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൺറൈസേഴ്സിൻ്റെ സെക്കൻഡ് ബാറ്റിംഗ് ആയിരുന്നു, രാജസ്ഥാൻ്റെ ഫസ്റ്റ് ബാറ്റിംഗ് ആണിത്. ഇതിൽ ചെന്നൈയാണ് ജയിച്ചത്. SRHൻ്റെ ചെന്നൈ തന്നെയാണ് ജയിച്ചത്. ടി ബോൾട്ട് വിക്കറ്റൊന്നും ലഭിച്ചില്ല, സന്ദീപ് ശർമ്മ വിക്കറ്റൊന്നും ലഭിച്ചില്ല. അശ്വിന് 2 വിക്കറ്റ് ലഭിക്കുകയുണ്ടായി. 4 ഓവറിൽ 35 റൺസ് കൊടുത്തുകൊണ്ട് 2 വിക്കറ്റ് എടുത്തു. ബർഗറിന് ഒരു വിക്കറ്റ് കിട്ടി, ചാഹലിന് ഒരു വിക്കറ്റാണ് കിട്ടിയത്. ആവേശ് ഖാൻ 2 ഓവർ എറിഞ്ഞിട്ടുള്ളൂ, ഒരു വിക്കറ്റും ലഭിച്ചില്ല. ഇതായിരുന്നു അവരുടെ 18.2 ഓവേഴ്സിൽ ഒരു ഗെയിം ഫിനിഷ് ചെയ്യുകയുണ്ടായി. സോ ഇതാണ് ടോട്ടലായിട്ടുള്ള നമ്മുടെ ഒരു പെർഫോമൻസ്, പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. സോ ഇതിൽ വെച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ രാജസ്ഥാൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുന്നൊരു ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത് കാറ്റ്മോറും ജയ്സ്വലും സഞ്ജു പരാഗ്, ഇവർ 4 പേരും നല്ല ഓപ്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെയാണ് അശ്വിൻ, ആവേശ് ഖാൻ, ഹെറ്റ്മെയർ. ഇതൊക്കെ ആയിരിക്കും അവരുടെ ബെറ്റർ പിക്ക് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? കാറ്റ്മോർ, ജയ്സ്വൽ, സഞ്ജു സാംസൺ, പരാഗ്, അശ്വിൻ, ആവേശ് ഖാൻ, ഹെറ്റ്മെയർ. 7 പ്ലേയേഴ്സാണ് ഇവിടുത്തെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ മാച്ച് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 2 ക്വാളിഫയർ 1-ൽ നിന്ന് ജയിച്ച് തോറ്റ SRHും എലിമിനേറ്റേഴ്സ് മാച്ച് ജയിച്ച RRും തമ്മിലുള്ള മാച്ചാണ്. ഇന്നത്തെ മാച്ചിൽ ജയിക്കുന്നവരാണ് ഫൈനൽ മാച്ചിലേക്ക് പോകുന്നത്. ഓൾറെഡി നമ്മുടെ KKR ഫസ്റ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് ഫൈനലിൽ എത്തുകയുണ്ടായി. മാച്ച് 26-നാണ്, ചെന്നൈയിൽ തന്നെയാണ് മാച്ച് നടക്കുന്നത്. സോ നമുക്ക് എന്തായിരിക്കും മാച്ചിൻ്റെ ഇതെന്ന് നോക്കാം. പിന്നെ കഴിഞ്ഞ മാച്ചിലുണ്ടായ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. തേർഡ് അമ്പയർ വലിയൊരു ഇഷ്യൂ ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്ലെയേഴ്സിന് ഇത് കൊടുക്കുന്നത് പോലെ തേർഡ് അമ്പയറിനും ഒരു പെനാൽറ്റിയൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരുന്ന രീതിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിവേ സ്റ്റേ ട്യൂൺ വിത്ത് us ഫോർ ദ മോർ വീഡിയോസ്. താങ്ക് യു.